നമസ്കാരം. മഠത്തിലെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വെട്ടുമാങ്ങ പിക്കിൾ അല്ലെങ്കിൽ ആന്ധ്ര പിക്കിൾ ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നും കുറച്ച് വ്യത്യാസമായിട്ടാണ് ഇന്നിടാൻ പോകുന്നത്. ഇത് ഞാൻ തിരുവില്ലാമല പോയ സമയത്ത് ഒരു ഡോക്ടർ ഇഷ്ടംമാതിരി മാങ്ങ അങ്ങനെ കൊലയായിട്ട് നിൽക്കണം. ആ കൊലോടുകൂടി പൊട്ടിച്ചെന്താ കണ്ടോ, ഇപ്പോൾ കഴുകിയപ്പോൾ തന്നെ ചൊന പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ചൊനുള്ള മാങ്ങ വേണം. ഞാൻ വെള്ളമൂവാണ്ടൻ കൊണ്ടാണ് ഇതിൻ്റെ മുന്നേ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് അത്യാവശ്യം പുളിമാങ്ങ തന്നെയാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് വെട്ടുമാങ്ങ പിക്കിള്. അനവധി കാലം ഇരിക്കണതാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തോലണ്ടിയോടുകൂടി കട്ട് ചെയ്യണം. അല്ലാത്ത 2-3 പെട്ടുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ തോലണ്ടിയോട് കൂടിയിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇതുണ്ടാക്കുക. അപ്പോൾ അതിനൊരു വാക്കത്തി പറയുമ്പോഴേ മടാള പറയും ഞങ്ങൾ. അത് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തിട്ട് അത്ര വലിയ ചെറിയ കഷ്ണങ്ങളൊന്നും ആക്കണ്ട. എന്നാലും ഒരു മാങ്ങ ഒരു 5-6 കഷ്ണം പറ്റിച്ചാക്കണം, വലിപ്പത്തിനനുസരിച്ചിട്ട്. അങ്ങനെ നമുക്ക് ആദ്യം കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം ഞാൻ കട്ട് ചെയ്യാൻ ഭയങ്കര എക്സ്പേർട്ടൊന്നുമില്ല. ഈ മടാളിന് വലിയൊരു മൂർച്ചയൊന്നുമില്ല കേട്ടോ. എന്നാലും നിലത്ത് ഇറങ്ങിയിരുന്നിട്ട് വേണം. ഡൈനിങ് ടേബിളിൽ വെച്ചിട്ട് പറ്റില്ല. ഇതാ ഇങ്ങനെ. ഇനി ഇതൊക്കെ ഞാൻ മറ്റേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഈ അണ്ടിയില്ലേ അതെടുക്കണം. എന്നിട്ട് ഇതൊരു 5-6 കഷ്ണമായിട്ട് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ആദ്യം ഇതിൻ്റെ ഈ അണ്ടിയില്ലേ മാങ്ങാണ്ടി ഇതിന്ന് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ചെയ്യാം. അപ്പോൾ കണ്ടോ, ഇങ്ങനെ അണ്ടിയൊക്കെ മാറ്റിയതിന് ശേഷം നല്ല ശബ്ദം ഉണ്ടാവും കേട്ടോ അടുത്ത വീട്ടുകളിലേക്കൊക്കെ. അതൊന്നും പ്രശ്നമില്ല. ഇതാ ഇങ്ങനെ 2 ആക്കുക. ഇനി ഇതിന് ഒരെണ്ണത്തിന് ഒരു 3 കഷ്ണമാക്കാം കേട്ടോ. അപ്പോൾ ശരിക്കും കണ്ടോ, ഇതാ ഇതേപോലെ വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞുതരാം. ഞാനെടുത്ത മാങ്ങ മുഴുവനായിട്ട് കട്ട് ചെയ്തില്ല കേട്ടോ. കാരണം എന്താ നോക്കൂ, അണ്ടി ഭയങ്കര കട്ടി. ഈ അണ്ടിമ്പിലാണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അണ്ടിങ്ങടെ വേർപെട്ട് പോരുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മാങ്ങ ബാക്കി വെച്ചു. മാങ്ങ റെസിപ്പി ഇനി ഇടാമല്ലോ, ഇഷ്ടം മാതിരി ഉണ്ടല്ലോ. അത് വിചാരിച്ചിട്ട് ഞാൻ ഇത് മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ കണ്ടോ, ഒരു കഷ്ടി ഒരു 2.5 കിലോ മാങ്ങ ഉണ്ടാവും. അതിൽ കുറേ തോലണ്ടിയോട് കൂടിയിട്ട് കണ്ടോ കിട്ടിയിട്ടുണ്ട്. അല്ലാതെ ഉണ്ട്, ഒരു കുഴപ്പമില്ല. അല്ലാതെ ഉണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല. കണ്ടോ, ചിലതിനൊന്നുമില്ല. നമുക്ക് ടേസ്റ്റ് സെയിം ആവും. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട. തോലണ്ടിയോട് കൂടിയിട്ട് നിങ്ങൾക്ക് മുറിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ശരിക്കും അണ്ടി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇതേപോലെ തോലണ്ടി ഇല്ലാതെ ആക്കിയിട്ട് ഇതേ കൂട്ടിലുണ്ടാക്കിയാൽ മതി കേട്ടോ. ഇപ്പം ഞാൻ ഈ നുറുക്കി വെച്ചതൊക്കെ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം പാടില്ല. അപ്പോൾ നമ്മളിങ്ങനെ മടാളുകൊണ്ട് കട്ട് ചെയ്യുന്ന സമയത്ത് അതൊന്ന് വെള്ളം തെറിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരു നല്ല വൃത്തിയുള്ള, അതായത് അലക്കി ഉണക്കിയ തോർത്തുമുണ്ടിലേക്കാണ് ഞാനിടുന്നത്. ഇതിൻ്റെ വെള്ളാംശം, ജലാംശം എന്ന് പറയും, വെള്ളാംശമല്ല, കംപ്ലീറ്റ് പോട്ടെ കേട്ടോ. വെയിറ്റ് ചെയ്യാൻ ഞാൻ ഫാനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കൂട്ടാം. അപ്പം നമ്മുടെ ആവയ്ക്ക മാങ്ങയിലേക്ക് കടുക് നല്ലോണം വേണം കേട്ടോ, വല്ലാതെ പൊടിയരുത്. ഞാനൊരു 100 ഗ്രാം, ഒരു 2-2.5 കിലോ മാങ്ങ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു 100 ഗ്രാം കടുകാണ്. വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയതാണ്. വറക്കൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഈ 100 ഗ്രാം കടുക് നമുക്ക് ആദ്യം വല്ലാതെ മിനിമിനേനെ വേണ്ട, ഞാൻ കാണിച്ചു തരാം, അങ്ങനെ പൊടിച്ചെടുക്കാം കേട്ടോ. കണ്ടില്ലേ, കുറേശ്ശെ തരിയായിട്ട്. എൻ്റെ ഒരുവിധം എല്ലാ അച്ചാറിലും, പ്രത്യേകിച്ചും ഒരു സൂപ്പർ കടുമാങ്ങ അച്ചാർ ഇട്ടിട്ടുണ്ട്. അതിലൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് കടുകിൻ്റെ ഏകദേശം എത്ര പൊടിക്കണം, മിനിമിനെ പൊടിയരുത്. അപ്പോൾ അച്ചാറുകൾക്കൊക്കെ ഈ രീതിയിലാണ്, ഏത് അച്ചാറായാലും ശരി കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ആവയ്ക്കാമാങ്ങയുടെ കൂട്ടാണ് കേട്ടോ. അത് ഞാൻ ഇട്ടിട്ടുള്ള റെസിപ്പിയാണ്. പക്ഷേ കുറച്ച് നല്ലോണം വ്യത്യാസമായിട്ട് തന്നെയാണ് ഇടുന്നത്. അപ്പോൾ ഒരു ഉരുളിയിലേക്ക് എടുത്തു കേട്ടോ. നന്നായിട്ട് നമുക്ക് ഇളക്കാനൊക്കെ സൗകര്യത്തിന് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇത് അടുപ്പത്ത് വെക്കേണ്ട ഒരു കാര്യമില്ല കേട്ടോ. ഇനി ഇതിൽ തന്നെ കുറച്ച് കുരുമുളക് പൊടി, തുറമാങ്ങയിലൊക്കെ ഇടണ മാതിരി തന്നെ വളരെ കുറച്ച് കേട്ടോ. കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് മുളക് പൊടി. അതൊക്കെ എരിക്കനുസരിച്ച് ഇടാം. പോരെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം. ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഏറ്റവും പ്രധാനം നല്ലെണ്ണയാണ്. അതേപോലെ തന്നെ ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ 100 ഗ്രാം കടുക് എടുത്തിട്ടുണ്ട്. ഇതേപോലെ
പൊടിക്കണം. ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ആവയ്ക്ക മാങ്ങ അല്ലെങ്കിൽ വെട്ടുമാങ്ങ എന്നൊക്കെ പറയും ചില സ്ഥലത്ത്, നമ്മളുടെ കടുക് പൊടി. ഇനി ഇത് നമുക്ക് കൈകൊണ്ട് തന്നെ നന്നായിട്ട്, മുളക് പൊടി കൈകൊണ്ട് ഇളക്കിയ പ്രശ്നമുള്ള ആൾക്കാർ ഒരു ചട്ടകം എടുത്തോളൂ. കൈ കൊണ്ട് തന്നെ നമുക്ക് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് ഒന്നങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പ്രത്യേകത എണ്ണ നല്ലോണം വേണം. കുറച്ച് എണ്ണ നമ്മളിപ്പോൾ ഒഴിച്ച് കഴിഞ്ഞിട്ട്, അത്യാവശ്യം ഒഴിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ അടച്ചു വയ്ക്കുക. നാളെ രാവിലെ വീണ്ടും ഇതൊന്ന് ഇളക്കുക. അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. കുറച്ച് പ്രോസസ്സിങ് ഉണ്ട് അതിന്. പെട്ടെന്ന് തന്നെ ആവും പൊടികളൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ. ഇനി നമുക്കിതിലേക്ക് നല്ലെണ്ണ, മെയിനായിട്ട് വേണ്ടത് നല്ലെണ്ണ തന്നെയാണ്. അത് കുറച്ച് നല്ലോണം വേണം. ആദ്യം ഒന്ന് നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യണം. അതിന് ശേഷം വേണം ബാക്കിയും കൂടി ഒരു ലാസ്റ്റിലൊരു ഇൻഗ്രീഡിയൻ്റ് ഇടാൻ കേട്ടോ. അതെല്ലാവരും ഒന്നും ഇടാറില്ല, പക്ഷെ ഞാൻ ഇടാറുണ്ട്. കണ്ടോ, ഉരുളിയിലാകുമ്പോൾ ഇളക്കാൻ നല്ല സൗകര്യമാണ്. അപ്പോൾ ഒന്ന് കണ്ടോ, ഈ കടുക് പൊടിയൊക്കെ ഒന്ന് നന്നായിട്ട് അതിലേക്കൊക്കെ എണ്ണ പിടിക്കട്ടെ. ഇത് കാലങ്ങളോളം ഇരിക്കും കേട്ടോ, കേടുവരാതെ. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് അണ്ടിയോട് കൂടിയിട്ട് പറ്റുന്നില്ല വെച്ചാൽ ഞാൻ ഇന്നിതിൽ അണ്ടിയില്ലാതെയാണ് ഏറ്റവും അധികം. കാരണം ഭയങ്കര കട്ടിയുള്ള അണ്ടിയായിരുന്നു. അത് കാരണം മാങ്ങയുടെ അളവും കുറച്ചു. ഞാൻ 3, 3.5, 4 കിലോനൊക്കെയാണ് വിചാരിച്ചിരുന്നത്. 2.5 കിലോനാക്കി കേട്ടോ. ഒന്ന് നമുക്കിങ്ങനെ തട്ടിപ്പൊത്തി വയ്ക്കുക പറയില്ലേ, അങ്ങനെ വയ്ക്കാം. ഇനി കുറച്ച് നേരം അങ്ങനെ ഇരിക്കട്ടെ. അതിന് ശേഷം നമുക്ക് കുറച്ചും കൂടി ലാസ്റ്റിലൊരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാണ്ട് കുറച്ചും കൂടി എണ്ണയൊക്കെ വേണം. അപ്പോൾ ഒന്നിങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. ഇപ്പോൾ കണ്ടോ, നമ്മൾ കുറച്ച് നല്ലെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നന്നായി സെറ്റാവാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് പറഞ്ഞില്ലേ, ഞാനിങ്ങനെ ചെയ്യാറുണ്ട്. ഉലുവല്ലേ, നമ്മൾ വറുത്ത് പൊടിച്ചിട്ടുണ്ട് ഉലുവ, അല്ലാതെ കുറച്ച് പച്ച ഉലുവയും ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ മീതെ കൂടെ ഒരു കഷ്ടി 1 ടീസ്പൂൺ കേട്ടോ മതി. എന്നിട്ട് നന്നായിട്ടൊന്നാണ്ട് ഇളക്കി കൊടുക്കുക. ഇതും കൂടി ആയാലാണ് ശരിക്കും ഇതിൻ്റെ ടേസ്റ്റ് അടിപൊളിയാവുള്ളൂ കേട്ടോ. ഉണ്ടോ, എന്താ കളറ് നോക്കൂ. ഇനി നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അങ്ങനെ അടച്ച് വയ്ക്കുക. എന്നിട്ട് നാളെ ഒന്ന് തുറന്ന് നോക്കുക, ഇളക്കുക, അടച്ച് വയ്ക്കുക. മറ്റന്നാൾക്ക് എണ്ണ മുകളിൽ തെളിഞ്ഞ് നിൽക്കണം. അപ്പോൾ എണ്ണ മുകളിൽ തെളിഞ്ഞ് നിന്നതിന് ശേഷം മാത്രം വേണം നമ്മൾ ഗ്ലാസ് ജാറിലേക്കോ ഭരണിയിലേക്കോ ആക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഇരിക്കട്ടെ, അടച്ച് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ആവയ്ക്ക മാങ്ങ കേട്ടോ എണ്ണ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്നും കൂടി നമുക്ക് നന്നായിട്ട് ഇളക്കി വയ്ക്കാം. ഹായ്, നാളെ നമുക്കിത് ഭരണിയിലേക്കോ ഗ്ലാസ് ജാറിലേക്കോ ആക്കാം കേട്ടോ. അപ്പോൾ കണ്ടോ, എണ്ണയൊക്കെ നന്നായിട്ട് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം, തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടോ, ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെ ഇതേപോലെ തന്നെ ഉണ്ടാക്കണം കേട്ടോ. കണ്ടോ, എന്തൊരു മണം വരുന്ന അറിയോ. ഇനി നമുക്ക് ഒരു കുഞ്ഞു ഭരണിയിലേക്കോ ഗ്ലാസിൻ്റെ ജാറിലേക്കോ ഏതിലേക്കാണ് വേണ്ടച്ചാൽ മാറ്റാൻ കഴിയുന്നിടത്തോളം പ്ലാസ്റ്റിക്കിൻ്റെ ഡബ്ബയിലൊന്നും ആക്കി വയ്ക്കരുത് കേട്ടോ. ആ കടുകൊക്കെ പൊടിച്ചിട്ട് കാരണം നല്ലൊരു കൊഴുപ്പായി നല്ല സെറ്റായിട്ട് വേണ്ട, നല്ല മണമുണ്ട്. കണ്ടോ, എണ്ണയൊക്കെ തന്നെ തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇനി നമ്മൾ ഭരണിയിലേക്ക് ആക്കി കഴിഞ്ഞാലും എണ്ണ ഇങ്ങനെ മീതെ നിൽക്കണം. അതാണ് അതിൻ്റെ ഒരു പരുവ കേട്ടോ. കണ്ടോ, കണ്ടു കഴിഞ്ഞാൽ തന്നെ കുറച്ച് കിട്ടിയാൽ തരക്കടില്ല തോന്നണില്ലേ. അപ്പോൾ എല്ലാവരും മാങ്ങാ സീസണാണ്, ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, അണ്ടിയോട് കൂടി മുറിച്ചിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ഇതേ കൂട്ടിലുണ്ടാക്കൂ കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ ഒരു കുഞ്ഞ് ഭരണിയിലേക്ക് ആക്കാം കേട്ടോ. കുറേശ്ശെയായിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കാം.
മുഴുവനായിട്ടാക്കാം കേട്ടോ. അപ്പം ഞാൻ കണ്ടോ ഈ ഭരണിയിൽ ഇങ്ങനെ നിറച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞ മാതിരി തന്നെ ഈ നിറച്ച് കഴിഞ്ഞത് കുറച്ച് കഴിഞ്ഞാൽ ഒന്ന് കുലുക്കി കൊടുത്താണ്ട് ഉള്ളിലേക്ക് പോയിക്കോളും. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് അടയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നങ്ങോട്ട് കുലുക്കി കൊടുത്തു കഴിഞ്ഞാൽ സെറ്റാവും. എന്നിട്ട് വേണമെങ്കിൽ ഒരു എണ്ണയിൽ മുക്കിയ തുണി ഇടാൻ മുകളിൽ, അല്ലെങ്കിൽ നന്നായിട്ട് അടച്ച് വെച്ചിട്ട് മുകളിലൊരു നല്ലൊരു വൃത്തിയുള്ള തുണി കൊണ്ട് കെട്ടി വയ്ക്കാം. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്ക് ബൈ.